നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസും നിങ്ങളോടുള്ള കറൻറ്റ് ഫീലിങ്സും ആണ് കേട്ടോ നമ്മൾ എടുക്കാൻ പോകുന്നത്. അവരിപ്പോൾ ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയണം. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കണം. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് നിങ്ങൾക്കിത് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങൾക്ക് സമർപ്പിക്കുന്നത്. നിങ്ങൾ അതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് കണക്റ്റഡ് ആകുന്നത് കേട്ടോ. പിന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല, അതുപോലെ ഞാൻ പറയുന്ന ഈ ഒരു എനർജിയെ നിങ്ങൾക്ക് കണക്റ്റഡ് ആവാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോണം. കാരണം ഒരു ബാഡ് കർമ്മ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആക്കാൻ നിങ്ങൾ നിൽക്കണ്ട കേട്ടോ. പിന്നെ ടാറോ റീഡിങ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിവൈൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു റീഡിങ്സ് വരിക എന്നത് നിങ്ങളുടെ ഒരു ഡിവൈൻ ടൈമിങ്ങിനനുസരിച്ചാണ് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരേണ്ട സമയം, ഹീലിംഗ് ആവേണ്ട സമയം, ചില കാര്യങ്ങളെക്കുറിച്ച് വളരെ കറക്റ്റും കൃത്യവുമായിട്ട് അറിയേണ്ട ചില സമയം, അതുപോലെ ചില അനുഭവങ്ങൾ, ദൈവികമാകുന്ന ചില സ്പർശനങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്ന സമയത്തൊക്കെയാണ് ഈ ടാറോ റീഡിങ്സ് എന്ന് പറയുന്ന എനർജി നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. അത് അപൂർവമായിട്ടായിരിക്കും, നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ഒക്കെ ആയിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു റീഡിങ്സ് കാണാൻ സാധ്യമാകുന്നതും കേട്ടോ. പാസ്റ്റിലെ പല കാര്യങ്ങളെയും പൂർവ്വകർമ്മകളെയും അതുപോലെ പ്രസൻറ്റിൽ നിങ്ങൾ എങ്ങനെ പോകണമെന്നും ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾ എന്ത് തീരുമാനം എടുക്കണമെന്നും എല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തവും കൃത്യവുമായിട്ട് ആൻസർ നൽകുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിംഗ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് ഡിവൈൻ്റെ കയ്യൊപ്പുള്ള ഒരു എനർജി ആയിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളൊക്കെ അതിനകത്തൊരു മധ്യസ്ഥത മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങളും ഡിവൈനും ടാറോയും തമ്മിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കണക്റ്റഡ് ആകുന്നതെന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിട്ടാണോ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ഫലം അനുഭവിക്കാൻ സാധിക്കും കേട്ടോ. അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഏസ് ഓഫ് സോഴ്സ് ആണ്. നിങ്ങളുടെ ആ ഒരു പേഴ്സൺ ഒരുപാട് ചിന്തിക്കുന്നൊരവസ്ഥയാണ്, ഒരു എലോൺ എനർജിയിലാണ്, 2 ഓഫ് വാൻസിൻ്റെ എനർജിയിലാണ്. ചിലപ്പോൾ ഈ ഒരു വ്യക്തി ഇച്ചിരി ദൂരെ ആയിരിക്കാം. അവർ താമസിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഒരു ട്രാവലിങ്ങിൻ്റെ ഫലമായിട്ട് കുറച്ച് ദൂരെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആവാം. ആ ഒരു വ്യക്തിയുടെ മനസ്സിനകത്തൊരു എലോൺ എനർജി, ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥ, ഒരു നിരാശയും ദുഃഖവുമൊക്കെ ആ ഒരു വ്യക്തി ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ചില കാര്യങ്ങളെക്കുറിച്ച്, പഴയ ചില കാര്യങ്ങളെക്കുറിച്ച് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ ഈ എബ്രോഡ് എനർജി എപ്പോഴും കണക്റ്റഡ് ആകുന്നതെന്ന് പറയുന്നുണ്ട് ചിലർ. നമുക്ക് ലോങ് ഡിസ്റ്റൻസ് വന്നാൽ, ഒരു ഡിസ്റ്റൻസ് എനർജി വന്നാൽ, പിന്നെ നമുക്ക് ഒരു കടൽ കടന്ന് നിൽക്കുന്ന എനർജിയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കും കേട്ടോ ഇതിനകത്ത്. അതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് മറച്ചു പിടിക്കാൻ പറ്റില്ലല്ലോ. എന്നും റീഡിങ്സിൽ അത് ഇടുന്നു എന്ന് പറയാനൊന്നും പറ്റില്ലല്ലോ. നമുക്കത് എന്നും വന്നാൽ അതെന്നും നമ്മൾ പറയും. ഒരിക്കലും നമുക്കതിനെ ഒളിച്ചു വെക്കുക, ചിലതിനെയൊക്കെ നെഗറ്റീവിനെയൊക്കെ കാണുമ്പോൾ മാറ്റിയിട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കുറച്ച് പോസിറ്റിവിറ്റി പറയുക. ശരിയാണ്, നിങ്ങളെ ഹാപ്പിനെസ് നൽകുക, മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റിവിറ്റി നൽകുക എന്നതാണ്. പക്ഷേ ഈ ടാറോ റീഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇൻഫർമേഷൻസിനെ ഹൈഡ് ചെയ്താൽ, ടാറോ തന്നിരിക്കുന്ന ഒരു കാര്യത്തെ ഹൈഡ് ചെയ്താൽ പിന്നെ തുടർന്നുള്ള റീഡിങ്സുകളിൽ ഞങ്ങളെ സംബന്ധിച്ച് ബ്ലോക്കേജ് വരും. അതായത് ടാറോ നമുക്ക് കറക്റ്റ് ഇൻഫർമേഷൻ തരാതെ വരും. അതുകൊണ്ടാണ് ചില സമയത്ത് നല്ല പോസിറ്റീവായിട്ട് റീഡിങ് ചെയ്ത് വരുന്നതിൻ്റെ ഇടയ്ക്ക് നെഗറ്റീവ് കാണുമ്പോൾ പറയുകയും അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് കുളവാക്കി, അല്ലെങ്കിൽ ആദ്യം നിങ്ങൾ മോശമായിട്ട് റീഡ് ചെയ്തു എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവില്ലാഞ്ഞിട്ടാണെന്നുള്ളത് എനിക്കറിയാം. അതിന് പ്രതികരിക്കുന്നില്ല. പക്ഷേ നമുക്ക് ടാറോ ഒരു ഇൻഫർമേഷൻ കാണിച്ച് തന്നാൽ, അത് പറയാതിരുന്നാൽ പിന്നെ റീഡിങ്സിൽ അത് ബാധിക്കും തുടർന്നുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു എബ്രോഡ് എനർജിയും ലോങ് ഡിസ്റ്റൻസ് ഒക്കെ കാണുമ്പോൾ നമ്മളത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്.
അപ്പോൾ ഏസ് ഓഫ് സോഴ്സിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ അവർ വളരെ ഒരു സക്സസ്സിലേക്ക് അവർ നെക്സ്റ്റ് ഒരുപാട് ചവിട്ടുപടികൾ കടന്ന്, അതായത് അവരുടെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനാകുന്ന അല്ലെങ്കിൽ എത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻസിലാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത്. അതായത് ഒരു സക്സസ്സിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, പക്ഷേ അപ്പോഴും അവർക്കൊരു ഓവർ തിങ്കിങ്, എന്തോ ഒരു നെഗറ്റീവ് ആകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില കുറ്റബോധം ഫീൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ, തെറ്റുപറ്റിപ്പോയ ചില സിറ്റുവേഷൻസുകളെ കുറിച്ച്, അതുപോലെ മനസ്സുകൊണ്ട് എപ്പോഴും ഒരു എലോൺ എനർജി അവർക്ക് ഫീൽ ചെയ്യുന്നു, ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്ന സിറ്റുവേഷൻസാണ് അവരുടെ മുൻപിൽ. അവർക്ക് ചെയ്ത് തീർക്കേണ്ടതാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം അവരുടെ ജീവിതത്തിൽ ഒരു പൂർണ്ണത വന്നിട്ടില്ല എന്ന് തന്നെ പറയാൻ പറ്റും കേട്ടോ. കാരണം അവർ ചിന്തിച്ച പോലെ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഏജ് വെച്ചോ അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചോ ഒന്നും, അല്ലെങ്കിൽ അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ചൊന്നുമുള്ള ഒരു സക്സസ്സോ ജീവിതത്തിനൊരു പൂർണ്ണതയോ വരുത്താൻ പറ്റാതെ പോയി നിൽക്കുന്ന വ്യക്തികളെയാണ് കാണുന്നത്. അവർ പാസ്റ്റിൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് റിഗ്രറ്റ് അനുഭവിക്കുന്നുണ്ട്. ശരിക്കും ഒരു ഒരു നിരാശയുണ്ട്, കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ട്, അത് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. അവരുടെ മൈൻഡിൽ നിന്ന്, അവരുടെ ആ ചിന്തകളിൽ നിന്നും അവർക്ക് അതിനെ എടുത്തു മാറ്റി വെക്കാൻ പറ്റുന്നില്ലാത്ത വിധമുള്ള മാനസിക സംഘർഷവും കൂടി അവർ അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. കൂടാതെ തന്നെ അവരൊറ്റപ്പെട്ട പോലെ, എല്ലാം മുന്നിൽ ഒന്നുമില്ല, ആരുമില്ല, ഒന്നുമില്ലാത്തൊരു ശൂന്യത പോലെ, എന്നാൽ ചെയ്തു തീർക്കേണ്ടതാകുന്ന ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഇനിയും നിൽക്കുന്നു, പൂർത്തീകരിക്കപ്പെടാത്തതും എന്നാൽ അമിതമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതും ആയ കുറച്ച് കാര്യങ്ങൾ അവരുടെ മുന്നിൽ നിൽക്കുന്നു. ഇതെല്ലാം അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ, വളരെ സ്ട്രോങ് ആയിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അവരെ നിരാശപ്പെടുത്തുന്നത് അവരുടെ ഇമോഷൻസ്, അവരെ ഏറ്റവും ആഴത്തിൽ ചേർത്ത് പിടിച്ച, അവർക്ക് ഒരുപാട് സ്നേഹം നൽകിയ ഒരു സിറ്റുവേഷൻസിൽ നിന്നും അവിടെ ഫോക്കസ് ചെയ്യാതെ, ആ ഒരു സാഹചര്യത്തെ ചേർത്ത് പിടിക്കാതെ ഇറങ്ങിപ്പോയി, അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്നും മറ്റെന്തോ പ്രതീക്ഷ വെച്ച്, മറ്റെന്തോ ഒരു കാര്യം ജീവിതത്തിലേക്ക് ലഭിക്കാൻ പോകുന്നു എന്നൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇവർ വിട്ടുപോയ ഒരു എനർജി, ഒരു വിഡ്രോവൽ എനർജി ഇവരുടെ ലൈഫിൽ വളരെയധികം നിരാശപ്പെടുത്തുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഇവരുടെ യഥാർത്ഥ സോൾ പാർട്ട്ണർ എനർജിയിൽ നിന്നും അവരൊരു ആക്ഷൻ എടുത്തില്ല. അവരുടെ ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ, ആ കറക്റ്റ് സമയത്ത് ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റ് കിട്ടേണ്ട, അല്ലെങ്കിൽ ഒരു വിവാഹ ജീവിതത്തിലേക്ക് എത്തേണ്ട വ്യക്തിയെ നിങ്ങളുടെ പേഴ്സൺ കണ്ടെത്തിയതായിട്ടും, ആ വ്യക്തിയുമായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാതെ പോയ ഒരു എനർജി. ശരിക്കും ഇപ്പോൾ അവരത് ചിന്തിക്കുമ്പം ആ ഒരു പേഴ്സൺ എന്നത് ഇവരുടെ ഒരു പാഷനായിരുന്നു. ഒന്നെങ്കിൽ അത് നിങ്ങളാവാം, അതല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷൻസ് ആവാം. അവരതിനെക്കുറിച്ച് ഓവർ തിങ്കിങ് ചെയ്യുന്നു. അതായത് കയ്യിൽ കിട്ടിയതിനെ വിട്ട് കളഞ്ഞു പോയി എന്നുള്ള ആ ഒരു നിരാശ, ആ ഒരു തകർച്ച അവരെ ഇപ്പോഴും ബാധിച്ചിരിക്കുന്നു. ശരിക്കും അവരുടെ കറൻറ്റ് സിറ്റുവേഷൻസിലേക്ക് നോക്കുമ്പം എല്ലാം പൂർണ്ണമായിട്ടും അവർക്കുണ്ട്. സമ്പൽ സമൃദ്ധമാകുന്ന ഒരു സിറ്റുവേഷൻസ് അവർക്കുണ്ടെങ്കിലും അവരൊരു സീറോ എനർജിയിലാണ് നിൽക്കുന്നതെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് അവരെ സംബന്ധിച്ച് അവർക്ക് ഇപ്പം വേണ്ടത് ഒരു വ്യക്തിയുടെ പ്രസൻസ് തന്നെയാണ്, ഒരു സപ്പോർട്ടാണ് അവർക്ക് വേണ്ടത്. അത് ഇമോഷണലിയും വേണം, ഫിസിക്കലിയും വേണം, ഇൻ്റലക്ച്വലിയും വേണം. എല്ലാ രീതിയിലും അവർക്കൊരു പൂർണ്ണത ലഭിക്കണമെങ്കിൽ, അവർക്കൊരു വിജയത്തിലേക്ക് എത്തണമെങ്കിൽ ആ ഒരു വീഴ്ചയിൽ നിന്ന്, ഇപ്പോൾ അവർ വളരെയധികം ഒരു വീഴ്ചയിലാണ്. അവരെന്തെല്ലാം നേടിയിട്ടും അവർ തല കുത്തനെ വീണതുപോലെ, അല്ലെങ്കിൽ അവർക്കൊരു തകർച്ച, ഒന്നുമില്ലാത്ത ഒരു ശൂന്യമാകുന്ന ഒരവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. ആ അവസ്ഥയിൽ നിന്ന് അവർക്ക് കയറണമെങ്കിൽ അവർക്ക് ശരിക്കും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടിയ ഇമോഷണൽ അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരു പാർട്ട്ണർ എനർജിയുടെ പ്രസൻസ് വേണം ഇപ്പം നിലനിൽക്കണമെങ്കിൽ എന്നാണ് കാണുന്നത്. ഫാമിലി എനർജിയുമായിട്ടൊക്കെ, അതായത് പേരൻറ്റിങ് എനർജിയുമായിട്ടൊക്കെ അവർ ഇമോഷണലി വളരെ പോസിറ്റീവായിട്ടും സമാധാനവും സന്തോഷവും ഒക്കെ ആയിട്ടാണ് കടന്നു പോകുന്നത്.
അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വേണമെന്നും അതിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കണമെന്നും നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു എലോൺ എനർജിയിലുള്ള വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ ഒരു മാര്യേജിൻ്റെ സമയം കഴിഞ്ഞിട്ടും ഒരു പാർട്ട്ണർ എനർജിയെ കണ്ടെത്താൻ സാധിക്കാത്ത വ്യക്തിയായിരിക്കും. അതല്ലെങ്കിൽ ഫാമിലി എനർജിയിൽ നിന്നൊക്കെ ഒരു മാറി സെപ്പറേറ്റഡ് ആയിട്ട് ഒരു എലോൺ എനർജിയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കും. കാരണം അവരെ സംബന്ധിച്ച് കറൻറ്റിലി അവർ ചിന്തിക്കുന്നത് അവർക്കൊരു മെൻ്റൽ സപ്പോർട്ട് വേണം, ഒരു വ്യക്തിയുടെ പ്രസൻസ് വേണം. അത് ഇമോഷണലി തന്നെ അവർക്ക് കിട്ടണം. അതും വളരെയധികം പൂർണ്ണതയോടുകൂടി മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി അവരെ മനസ്സിലാക്കുന്ന രീതിയിലും അവർക്കും മനസ്സിലാക്കുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും പറ്റുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയുടെ പ്രസൻസ് വേണമെന്നവർ ആഴത്തിൽ ചിന്തിക്കുന്നു. അവരുടെ പേരൻറ്റിങ് എനർജിയിലേക്ക്, കുടുംബ എനർജിയിലേക്ക് എടുക്കുമ്പോഴും അവരും ആ ഒരു വെയിറ്റിംഗ് എനർജിയിലാണ്. ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരു ഇമോഷണൽ സന്തോഷം, ഇമോഷണൽ ബാലൻസ് ഈ ഒരു വ്യക്തിക്ക് ലഭിക്കണം, ഒരു അബണ്ടൻസ്, ഒരു അനുഗ്രഹം വേണമെന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ മുന്നും പിന്നും നോക്കാതെ ഇതിനൊരു ആക്ഷൻ എടുക്കണമെന്ന് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് കുറച്ചൊക്കെ അവർക്കൊരു ഈഗോ എനർജി ഉണ്ട്. ചില സ്ഥലങ്ങളിലും ചില സിറ്റുവേഷൻസുകളിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാതെ നിൽക്കുന്ന എനർജി കാണുന്നുണ്ട്. കൂടാതെ ഒരു കാർമിക് സിറ്റുവേഷൻസ്, അതായത് ഒരു ട്രാപ്പിഡ് എനർജിയാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു ഒരു ട്രാപ്പിൽ പെട്ടിരിക്കുന്ന പോലെ ഒരു ഇടുങ്ങിയ ഒരു ചിന്താഗതിയാവാം, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയാൻ പറ്റാത്തൊരു ജലസിയുടെ എനർജി ആവാം. അവരെ ഒരു ട്രാപ്പിഡ് എനർജിയിൽ പെട്ടിരിക്കുകയാണ്. ആ ഒരു എനർജിയിൽ നിന്ന് അവർ പുറത്തേക്ക് കടന്നാൽ മാത്രമാണ് അവരാഗ്രഹിക്കുന്ന രീതിയിൽ ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവർ സറണ്ടർ ചെയ്ത് നിൽക്കുകയാണ്. അൺസാറ്റിസ്ഫൈഡ് ആയ ഒരു സിറ്റുവേഷൻസിൽ അവർ സറണ്ടർ ചെയ്ത് പരാജയം സമ്മതിച്ച് തോറ്റ് നിൽക്കുന്ന, അല്ലെങ്കിൽ കീഴടങ്ങി നിൽക്കുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും അവർ സ്ട്രോങ് ആയാൽ അവർക്ക് അതിനുള്ള എല്ലാ ഗുണഗണങ്ങളും ഉണ്ട് കേട്ടോ. നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് എല്ലാ രീതിയിലും, അത് ഫിസിക്കലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ഈ ഒരു വ്യക്തിക്ക് നല്ലൊരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള എല്ലാ ഫലങ്ങളും എല്ലാ കാര്യങ്ങളും അവരുടെ ലൈഫിലുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ച് ഒരു ട്രാപ്പിഡ് എനർജിയിലാണ്. ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാത്ത ഒരു ഇമോഷണൽ ബ്ലോക്കേജ് ഈ ഒരു പേഴ്സൺ ഉണ്ട് എന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. ഒന്നിലധികം തേർഡ് പാർട്ടി പ്രസൻസ് ഈ ഒരു വ്യക്തിയിൽ ഉണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതല്ലെങ്കിൽ പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പേഴ്സൻ്റെ ജീവിതത്തിൽ ഈ ഒരു വ്യക്തിയെ ട്രാപ്പിലാക്കുന്ന രീതിയിൽ ഈ ഒരു വ്യക്തിക്കൊരു ബ്ലൈൻഡ് എനർജി വരാൻ പാകത്തിന്, അല്ലെങ്കിൽ ഒരു മായാവലയത്തിൽ പെടുത്തിയതുപോലെ ഒരു അട്രാക്ഷൻ തോന്നി ചീറ്റിംഗ് ചെയ്യപ്പെട്ട ഒരു എനർജി ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇയാളുടെ മനസ്സിലൊരു ഭയമുണ്ട്. ഈ ഒരു പേഴ്സൻ്റെ മനസ്സിലൊരു ഭയം തട്ടി നിൽപ്പുണ്ട്. അതായത് അതും പാസ്റ്റിലെ ചില കാര്യങ്ങളെ ബേസ് ചെയ്ത് തന്നെയാണ് കേട്ടോ. ഈ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഒരു ആക്ഷൻ എടുക്കാൻ, ആഗ്രഹ സാഫല്യം നടത്താൻ പറ്റാത്ത വിധമുള്ള ഒരു ഒരു ഇരയാക്കപ്പെട്ട ഒരു എനർജി നിങ്ങളുടെ വ്യക്തിയിൽ സ്ട്രോങ് ആയിട്ടുണ്ട്. എന്തിനെയോ ആ ഒരു പേഴ്സൺ ഭയപ്പെടുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തിക്ക് കൂടെ ഉള്ളത് ശത്രു ആരും മിത്രമേതെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഈ ഒരു രണ്ട് സിറ്റുവേഷൻസിൻ്റെ ഇടയിലൂടെ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ജീവിച്ച് കടന്നു പോകുന്നത്. അതായത് ചിലപ്പോൾ തോൾ ചാരി നിൽക്കുന്ന വ്യക്തികൾ, എപ്പോഴും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന വ്യക്തികൾ തന്നെയായിരിക്കാം ഈ പേഴ്സണെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് ഒരു വ്യക്തിക്ക് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിൽ ആരാണ് നല്ലത് ചീത്ത എന്നുള്ളൊരു തിരിച്ചറിവ് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് കിട്ടാത്തതെല്ലാം ഈ ഒരു പേഴ്സൺ വളരെയധികം മാനസിക വിഷമം അനുഭവിക്കുന്നൊരു കറൻറ്റ് സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. ആഗ്രഹമുണ്ട് ജീവിതത്തിലേക്ക് മാറ്റം വരുത്തണം, മുന്നോട്ടേക്ക് പോകണം, ജീവിതം പൂർണ്ണതയിൽ എത്തിക്കണം എന്നൊക്കെ. പക്ഷേ അതിനുള്ള മാർഗങ്ങളെല്ലാം ബ്ലോക്കായിട്ട് നിൽക്കുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. ഫ്രണ്ട്ഷിപ്പ് എനർജി വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ ഒന്നെങ്കിൽ ഇപ്പോൾ ഒരു ട്രാവലിംഗ് എനർജിയിലായിരിക്കും കറൻറ്റിലെ, സൗഹൃദ ബന്ധങ്ങളോടനുബന്ധിച്ചോ അല്ലെങ്കിൽ കരിയർ പാതയെ ബേസ് ചെയ്തോ ഒക്കെ ഒരു ലോങ് ഡിസ്റ്റൻസ് എനർജിയിലൂടെ ട്രാവലിംഗ് ചെയ്യുന്നൊരു സിറ്റുവേഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. സുഹൃത്തുക്കളോടൊപ്പമുള്ള ഒരു എനർജി, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഹാപ്പിനെസ്സോട് കൂടി ഒരു ഇമോഷണൽ ഹാപ്പിനെസ്സോട് കൂടിയുള്ളൊരു ട്രാവലിംഗ് എനർജി ആവാം ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്നത്. എന്താണെങ്കിലും ഒരു ആക്ഷൻ എടുക്കപ്പെട്ടിരിക്കുന്നുണ്ട് ജീവിതത്തിലെന്നാണ് കാണുന്നത്. പ്രതിസന്ധികളെ തരണം ചെയ്യണമെന്നൊക്കെ ഒരു ഉറച്ച തീരുമാനം ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഉണ്ട്. ചില എനർജികളിലേക്ക് നോക്കുമ്പം ഓപ്ഷൻസുകൾ വരുന്നുണ്ട്, ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസുകൾ ആ ഒരു വ്യക്തിയെ തേടി വരുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്.
ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് എനർജി ആഗ്രഹിക്കുന്നുണ്ട്. അതായത് അവസാനിച്ചു പോയതെല്ലാം ഈ ഒരു വ്യക്തിക്ക് തിരിച്ചു പിടിക്കണം എന്നുള്ള സ്ട്രോങ് ആയൊരു ആഗ്രഹം, ആശയം ആ ഒരു വ്യക്തിയുടെ മനസ്സിനകത്തുണ്ട്. ഫാമിലി എനർജി, അതായത് പേരൻസ് എനർജി ആണെങ്കിലും മറ്റു ബന്ധങ്ങളുടെ എനർജി ആണെങ്കിലും ഈ ഒരു വ്യക്തിക്ക് നല്ല സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസ് വരുമ്പം ആ ഒരു വ്യക്തിയുടെ മനസ്സിനകത്തൊരു ഉത്കണ്ഠ വരുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. ചോയ്സ് എനർജിയിൽ എന്ത് സെലക്ട് ചെയ്യണം, എങ്ങനെ മുന്നോട്ടേക്ക് പോകണമെന്നുള്ള ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. എന്താണെങ്കിലും ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ ഉടനെ തന്നെ സംഭവിക്കും കേട്ടോ. എന്താണെങ്കിലും ഈ ഒരു പേഴ്സൻ്റെ ഓർമ്മയിൽ പാസ്റ്റിൽ ഒരു ഇമോഷൻസ്, ഒരു കർമ്മ എനർജി പോലെ കിടപ്പുണ്ട്. ഒരു ജസ്റ്റിസ് നൽകണം, അതായത് നിങ്ങളെന്ന് പറയുന്ന എനർജിയിലേക്കായിരിക്കാം ആ ഒരു കണക്ഷൻസ് വരുന്നത്. കാരണം ഒരു ഇമോഷണൽ പരമാകുന്ന ഒരു റിലേഷനിൽ ആ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ജസ്റ്റിസ് നൽകിയേ പറ്റൂ എന്നുള്ളൊരു തോന്നൽ ആ ഒരു വ്യക്തിക്ക് എപ്പോഴും കണക്റ്റഡ് ആവുന്നുണ്ട്. അതായത് ഡിവൈൻ്റെ സപ്പോർട്ടോട് കൂടി തന്നെയാണ് അങ്ങനെ ഒരു ചിന്ത ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. ചിലപ്പോൾ നിങ്ങളുമായിട്ട് വളരെ ശക്തമായിട്ട് ആ ഒരു വ്യക്തിക്ക് നിങ്ങൾക്കിടയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുള്ളൊരു റിലേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ക്ലാഷിങ് എനർജി, അതായത് ഒരു ഈഗോ കൂടി നിൽക്കുന്ന, നിങ്ങളുമായിട്ടുള്ളൊരു ബന്ധത്തിൽ കുറച്ച് ഈഗോ ഫീലിംഗ് ചെയ്യുന്ന എനർജി ആയിരിക്കാം. എന്താണെങ്കിലും ഈ ഒരു വ്യക്തിയുടെ ഓർമ്മയിലുള്ള ആ ഒരു ഇമോഷൻസിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ശരിക്കും പൂർണ്ണമായിട്ടും ഒരു സഹകരണമോ ഒരു കൺട്രോളിങ്ങോ ഒന്നുമില്ലാതെ, അതായത് കയ്യിൽ വന്നതിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. വളരെ ശക്തമായിട്ട് ഒന്നെങ്കിൽ നിങ്ങളെ ആ ഒരു വ്യക്തി ബ്ലോക്ക് ചെയ്തു പോയിട്ടുണ്ടാവാം, എല്ലാ സിറ്റുവേഷൻസിലും ബ്ലോക്കിംഗ് എനർജി വന്നിട്ടുണ്ടാവാം. അതല്ല എങ്കിൽ നിങ്ങളുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ട് നിങ്ങൾക്ക് മുന്നിൽ പല എക്സ്ക്യൂസുകൾ പറഞ്ഞ്, പല കാര്യങ്ങളും തടസ്സങ്ങൾ പറഞ്ഞ് ബൗണ്ടറി തീർത്തിട്ടുണ്ടാവാം. എന്താണെങ്കിലും ഇപ്പോൾ ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ആ പാസ്റ്റിലെ ആ ഒരു ഇമോഷൻസ് ഒരു ടോക്സിക് പോലെയാണ്. പെയിൻ എനർജി കൊടുത്തുകൊണ്ടിരിക്കുന്നു, ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് കുറേ എനർജികളെ നോക്കുമ്പോൾ നല്ലൊരു ഡിസ്റ്റൻസ് എനർജി, ഒരുപാട് പെട്ടെന്ന് കാണാനോ സംസാരിക്കാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ പറ്റാത്ത വിധമുള്ള ഒരു ലോങ് ഡിസ്റ്റൻസ് എനർജി ഒരു ബന്ധത്തിൽ കണക്റ്റഡ് ആണ്. എന്താണെങ്കിലും ആ ഒരു പേഴ്സൺ വളരെ സ്ട്രെസ് എനർജിയിലൂടെയാണ് പോകുന്നത്, വേദനിക്കുന്നുണ്ട്. ഓർമ്മകളെന്ന് പറയുന്നത് വളരെയധികം വേദന നൽകുന്ന, അതായത് നിങ്ങളോടൊത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ആ ഒരു ബന്ധം നിലനിന്ന സമയത്ത് ആ ഒരു വ്യക്തിക്ക് ലഭിച്ച സ്നേഹവും സപ്പോർട്ടും തീർച്ചയായിട്ടും ഇന്ന് ആ ഒരു വ്യക്തിക്ക് പെയിനായി തീർന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം ആ വ്യക്തിയിൽ നിന്ന് തന്നെ ഇതിനകത്ത് നെഗറ്റിവിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഒരു ഈഗോ എനർജിയുടെ ഫലമായിട്ടാവാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, ഒരു കർമ്മ എനർജി കണക്ട് ചെയ്തതിൻ്റെ കാർമ്മയ്ക്ക് ഫലമാകുന്ന ചില സിറ്റുവേഷൻസുകൾ കടന്നു വന്നതിൻ്റെ ഫലമാവാം. എന്താണെങ്കിലും ഒരു ജസ്റ്റിസ് ആ ഒരു പാസ്റ്റിലെ ആ ഒരു ഇമോഷൻസിന് നൽകണമെന്ന് നിങ്ങളുടെ വ്യക്തി കറൻറ്റ് സിറ്റുവേഷൻസിൽ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും നമുക്കിവിടുത്തെ ഈ ഒരു എനർജിയിലേക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കിയപ്പം നമുക്ക് ഫസ്റ്റ് കിട്ടിയ ഏസ് ഓഫ് സോഴ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. അവർ ഓവർ തിങ്കിങ് ചെയ്യുന്നത്, ഇമോഷണലി ഓവർ തിങ്കിങ് ചെയ്യുന്നത് നിങ്ങളെക്കുറിച്ച് തന്നെയാണ് കേട്ടോ. അവരുടെ മനസ്സിൽ കുറ്റബോധവും നിരാശയും അതുപോലെ വേദനയും എല്ലാം കണക്റ്റ് ചെയ്ത് നിൽക്കുന്നത് ഇമോഷണൽ പരമാകുന്ന നിങ്ങളുടെ എനർജി അവരിലേക്ക് കണക്റ്റഡ് ആകുമ്പോഴാണ്. നിങ്ങൾ അത്രത്തോളം പ്രഷ്യസ് ആയിരുന്നു എന്നവർ തിരിച്ചറിയുന്നുണ്ട്. ശരിക്കും നിങ്ങളെ ഹോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു എഫേർട്ട് എടുത്തില്ല എന്നുള്ള കുറ്റബോധം അവരുടെ ഉള്ളിലുണ്ട് കേട്ടോ. ഈ ഒരു റിലേഷനിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് എഫേർട്ട് എടുക്കേണ്ടതായിരുന്നു, അവരൊരു എഫേർട്ട് എടുത്തില്ല. അവരിങ്ങനെ ഒരു നിസാര മട്ടിൽ ഈ ഒരു ബന്ധത്തെ കണ്ടു എന്നുള്ളത് അവർ വളരെയധികം ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ വളരെയധികം ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജി ഉള്ള, അതായത് വളരെ നീതിപൂർവ്വ ന്യായത്തോടു കൂടിയും വളരെ പോസിറ്റിവിറ്റിയോടു കൂടിയും എന്നാൽ സ്ട്രോങ് ആയൊരു മൈൻഡ് സെറ്റോടു കൂടിയും തന്നെയാണ് ഈ ഒരു ബന്ധത്തിൽ നിന്നത്. അതായത് വരും വരായികളെക്കുറിച്ച് എന്തു വന്നാലും നേരിടാം എന്നുള്ള ഒരു പവറോട് കൂടിയാണ് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്നതെന്നും ആ ഒരു പേഴ്സണെ സംബന്ധിച്ചൊരു ഡിസിഷൻ എടുക്കാൻ സാധിക്കാത്ത വിധം ഒരു സ്റ്റക്നെസ് ഉണ്ടായതും എല്ലാം ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഈ ഒരു റിലേഷനിൽ നിങ്ങളെന്ന് പറയുന്ന ഓർമ്മയിൽ അവർ വളരെയധികം ഒരു ഫീലിംഗ് സ്റ്റക്ക് എനർജിയിലാണ് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആക്ഷൻ എടുക്കാൻ പറ്റാതെ എന്നാൽ കൈവിട്ട് കളയാനും നിങ്ങളുടെ ആ ഒരു വ്യക്തിയെ, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങളെ മറന്നു കളയാനും പറ്റാത്ത വിധം ഒരു കൺഫ്യൂസ്ഡ് എനർജിയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്താണെങ്കിലും നിങ്ങളെ ആ ഒരു പേഴ്സൺ ഇമോഷണലി ചീറ്റിംഗ് ചെയ്യുകയും നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോവുകയും ചെയ്തു എന്നുള്ളത് 100% ഉറപ്പാണ്.
ശരിക്കും ആ ഒരു നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസുകൾ, ആ ഒരു ബർഡൻ, അതല്ലെങ്കിൽ ആ ഒരു നെഗറ്റിവിറ്റി ഇന്ന് അവസാനിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇമോഷണൽ ബ്ലോക്കേജ് നൽകിയിട്ടുണ്ട്, കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച്. പക്ഷേ ഇപ്പോൾ ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയാൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവിടെയും സ്റ്റക്നെസ് ആണ് കാണുന്നത്. ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റാതെ മറ്റ് ചില തടസ്സങ്ങൾ, മറ്റ് ചില ഭൗതികമാകുന്ന തടസ്സങ്ങൾ, വ്യക്തിബന്ധങ്ങളെ സംബന്ധിച്ചുള്ള തടസ്സങ്ങൾ എല്ലാം ഈ ഒരു എനർജിയിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അവരൊരു നിരാശയിൽ തന്നെയാണ്, നിങ്ങളെന്ന് പറയുന്ന ഓർമ്മയിൽ ഒരു നിരാശയിലാണ് അവർ നിൽക്കുന്നത്. ആക്ഷൻ എടുക്കുക എന്നതിലേക്ക് അവർക്ക് വരാൻ സാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന എനർജി കേട്ടോ. എന്താണെങ്കിലും റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.